സുഖമെന്ന് വെച്ചാൽ സന്തോഷം, മുദിതം, മുദ്ദ, മുതെന്ന് വെച്ചാൽ സന്തോഷം. സന്തോഷത്തിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് മുദ്ര എന്ന് വെച്ചാൽ സീലെന്നാണ്. സീല്, മുദ്ര, സീല് പോസ്റ്റ് ഓഫീസിലെ മുദ്ര അടിക്കും. അപ്പോൾ നമ്മൾ എനർജിയെ നമ്മളൊരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മളതിനെ ഫിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലേക്ക് ഫിക്സ് ചെയ്ത എനർജി നമ്മൾ പർട്ടിക്കുലർ സ്പോട്ട് സീലിംഗ് ഇറ്റ്. That's why it's called mudra. വളരെ ഏൻഷ്യൻ സംഭവമാണ്. ഭയങ്കര മറ്റേ ഈ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ, മോഹൻജദാരോ സംസ്കാരത്തിലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ രൂപങ്ങളെല്ലാം മുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ മുദ്ര. മുദ്രാസ് ഒരുപാട് തരം മുദ്രകളുണ്ട്. അപ്പം വേദിക് കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് മുദ്ര, വേദിക് മുദ്രാസും എല്ലാം ഹാൻഡ് ഗസ്റ്റേഴ്സ്. മുദ്ര മീൻസ് ഗസ്റ്റർ എന്ന് പറയാം. അങ്ങനെ പിന്നെ ചില മുദ്രാസ് ആയുർവേദത്തിനാണ് ഹീലിങ്ങിന് വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചത് മുദ്രാസ്. പിന്നെ താന്ത്രിക വഴിയിൽ ഞാൻ പറഞ്ഞല്ലോ, താന്ത്രിക വഴിയിൽ ഒരുപാട് മുദ്രാസ് അത് യൂസ് ചെയ്യും. ഡയറ്റീസിനെ വിളിക്കാനും ഡയറ്റീസിനെ സംസാരിക്കാനും ഒക്കെ മുദ്രകൾ ഉപയോഗിച്ചു. പിന്നെ മുദ്ര എന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ മുദ്ര ഉണ്ടാകും. കഥകളി മുദ്രയൊക്കെ 5000-ഓളം വേർഡ്സ് ഈ മുദ്ര കൊണ്ടത് ഉണ്ടാകും. കഥകളി ആശ്രമം വലിയ വൊക്കാബുലറിയാണ് അത് ഉണ്ടാകുന്നത്, എല്ലാം മുദ്ര വെച്ചാണ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഈ മുദ്ര. പക്ഷേ അതുപോലെ നമ്മൾ തന്നെ നമ്മളിലേക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മുദ്ര ഉപയോഗിക്കാം. പിന്നെ എനർജിയെ നമുക്ക് ബോഡിയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന എനർജിയെല്ലാം തന്നെ നമ്മുടെ ലിംസിലൂടെ ആണ് അതിൻ്റെ എനർജി പുറത്തേക്ക് കടന്നു പോകുന്നതെന്നൊരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ആ ലിംസ്, നമ്മുടെ എല്ലാ ലിംസിലൂടെയും എനർജി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, കാലിലും കൈയിലൂടെയും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എലമെൻ്റൽ മുദ്ര ആ ഒരു ആംഗിളിലാണ് ഇത് നോക്കുന്നത്. ഇപ്പം എലമെൻറ്റ്സ് 5 നമുക്കുള്ളത്. ഈതറുണ്ട്, എയറുണ്ട്, ഫയറുണ്ട്, വാട്ടർ, എർത്ത് എന്നത് 5 എലമെൻറ്റ്സ്. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെ ഈ എലമെൻ്റൽ കോമ്പസിഷൻ നോക്കിയല്ലോ. അപ്പോൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ വാട്ടറും എർത്തും ഫയറും എയറും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് കമ്പോണൻ്റ് ഓഫ് അവർ ബോഡി. അപ്പോൾ ഈ പറയുന്ന ലിംസിലൂടെ എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ മുദ്ര സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പം ഏത് എനർജിയാണ് നമുക്ക് തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇടേണ്ടത് എന്നുള്ളതിന് ഒരു പോസിബിലിറ്റി ഉണ്ട് ഇതിനാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചാൽ ഇതെല്ലാം തിരിച്ച് പുറത്തോട്ട് പോകുന്നതിന് തിരിച്ച് അകത്തോട്ട് പിടിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ബേസിക് എലമെൻ്റൽ മുദ്ര എന്ന് പറയുന്നത് ഹീലിങ്ങിന് വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഒരു കാലത്ത്. പിന്നെ അത് പതുക്കെ പതുക്കെ അങ്ങ് പോയിട്ടുണ്ട്. ആയുർവേദത്തിലാണ് ഈ ഹീലിംഗ് മുദ്രകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അനാദികാലത്ത്. ആ മുദ്രകൾ എന്താണെന്ന് നമുക്ക് ബേസിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് പോകുന്നതാണ്. അതുകൊണ്ട് ഈ ഡാൻസ് മുദ്രയും മറ്റ് താന്ത്രിക മുദ്രയും മറ്റും വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പക്ഷേ പിന്നെ യോഗമുദ്ര, ഇഷ്ടംപോലെ യോഗമുദ്രകളുണ്ട്. അതിന് പുറത്ത് ഉള്ള എലമെൻ്റൽ മുദ്രാസാണ് നമ്മളിപ്പോൾ നോക്കാം. അപ്പം ആദ്യത്തെ ഈതർ മുദ്ര എന്ന് പറയുന്നത് ഇതാണ് ഈതറിൻ്റെ ഫിംഗർ, ഈ മിഡിൽ ഫിംഗർ, ഈതറിൻ്റെ ഫിംഗർ. ഈതറിൻ്റെ ഫിംഗറിൽ തമ്പും കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ബാക്കി ഫിംഗേഴ്സിനെല്ലാം തുറന്നു വയ്ക്കുന്നു. ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഈ ഈതറിനെ സേവ് ചെയ്യുക, കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ മുദ്രയുടെ ഉദ്ദേശം. ബാക്കിയുള്ള എമിഷനൊക്കെ നടന്നോട്ടെ, ഈ ഈതറിനെ നമ്മൾ തിരിച്ച് അതിൻ്റെ പുറത്തേക്കുള്ള എമിഷൻ, എനർജി എമിഷൻ പുറത്തേക്ക് പോകാതെ അതിനെ തമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഫീൽ ചെയ്യുക. ഈ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അറ്റൻഷൻ അവിടെ.
എന്നിട്ട് ഇത് തിരിച്ച് കറങ്ങി ബോഡിയിലേക്ക് വന്ന് ഈതറിൻ്റെ സോഴ്സായ ത്രോട്ടിൽ പോയി ഇരുന്നു. അപ്പോൾ അത് ആ ഈതറിൻ്റെ എനർജിയെ കൺസർവ് ചെയ്യാനാണ് ഈതർ മുദ്ര ഉപയോഗിക്കുന്നത്. ആകാശമുദ്ര എന്നത് ഇതാണ് ആകാശമുദ്ര. അപ്പോൾ മിഡിൽ ഫിംഗറും തമ്പും കൂടെ ചേർത്ത് വയ്ക്കും. അങ്ങനെ വെച്ചിട്ട് ആ സെൻസേഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ പ്രിലിമിനറി മുദ്ര പ്രാക്ടീസ്. ഇനി അടുത്തത് എയറാണ്. അതിന് തൊട്ട് ഇതാണ് ഈതറിൽ നിന്ന് എയർ ഉണ്ടായി. എയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോയിൻറ്റിങ് ഇൻഡെക്സ് ഫിംഗറാണ്. എയറിൻ്റെ ഫിംഗർ, ആ ഫിംഗറിലൂടെയുള്ള പുറത്തേക്കുള്ള എമിഷൻ അതിനെ റിവേഴ്സ് ചെയ്തിട്ട് തമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ബോഡിയിലേക്ക് തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്യും. ഇത് ഈതർ മുദ്രയാണ്, അല്ലേ? എയർ മുദ്രയാണ്, സോറി. അപ്പോൾ ഇൻഡെക്സ് ഫിംഗർ തമ്പും കൂടെ ചേർത്തിരിക്കും. ഇതാണ് നമ്മുടെ മറ്റേ ഇതാണ് ചിന്മുദ്രയ്ക്കും ഏതാണ്ട് ഇതുപോലെയാണ്. ഇനി കുറച്ച് വേരിയേഷൻസ് ഒക്കെ. ഇത് ഈതർ മുദ്ര. അപ്പോൾ ഈതർ ആകാശം ഡിപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സസീവ് ഇൻവോൾവ്മെൻറ്റ് ആകാശം എന്ന് പറയുന്ന ഏരിയയിൽ എക്സസീവ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഡിപ്ലീറ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ ആ എനർജിയെ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ സർക്കുലേറ്റ് ചെയ്ത് അതിന് സോഴ്സ് കൊണ്ടുവന്ന് ഇരുത്തുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഈതർ മുദ്ര, സോറി എയർ മുദ്ര. ഹാർട്ടാണ് അതിൻ്റെ സെൻറ്റർ. പിന്നെ ഫയർ മുദ്ര, തമ്പാണ് ഫയറിൻ്റെ ഫിംഗർ. തമ്പും ഇൻഡെക്സ് ഫിംഗറും കൂടെ ചേർക്കണം. അപ്പോൾ രണ്ടും ഒരുപോലെ. എയർ മുദ്രയിലും തമ്പും ഇൻഡെക്സ് ഫിംഗറും തന്നെ. അപ്പോൾ എയർ ഡോമിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ അത് തമ്പ്, അത് എയർ മുദ്രയാകും. ഈതർ ഫയർ ഡോമിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ അത് ഫയർ മുദ്രയാകും. അതുകൊണ്ട് ഇതാണ് എൻ്റെ വ്യത്യാസം. ഇൻഡെക്സ് ഫിംഗർ ഡോമിനേറ്റ് ചെയ്ത് തമ്പിൻ്റെ മുകളിലിരിക്കുകയാണെങ്കിൽ അത് എയർ മുദ്രയാണ്. തമ്പ് ഡോമിനേറ്റ് ചെയ്ത് എയർ ഫിംഗറിൻ്റെ മുകളിലിരിക്കുകയാണെങ്കിൽ അത് ഫയർ മുദ്രയാണ്. വലിയ ഇഫക്റ്റുള്ള മുദ്രകളാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത